റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു റിംഗ് ലൈറ്റും സ്റ്റാൻഡും അന്വേഷിച്ച് നടക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. 450 രൂപ പ്രൈസ് റേഞ്ചിൽ മീഷോയിൽ നിന്നും വാങ്ങിക്കാവുന്ന ഒരു റിംഗ് ലൈറ്റ് പ്ലസ് സ്റ്റാൻഡിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഈ വീഡിയോ. ഈ രീതിയിലുള്ള 2 ബോക്സുകളിലായിട്ടാണ് സാധനം വരുന്നത്. ആദ്യത്തെ ബോക്സിൽ സ്റ്റാൻഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബോക്സിലാണ് റിംഗ് ലൈറ്റും മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ 180 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. ഇവരുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ പോയി നോക്കുമ്പോൾ 210 സെൻറ്റിമീറ്റർ, അതായത് 7 ഫീറ്റ് ഉണ്ടെന്ന് കാണാം. പക്ഷേ അത് നമ്മൾ റിംഗ് ലൈറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ മാത്രമേ അത്രയും ഹൈറ്റ് കിട്ടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൻ്റെ മാത്രം ഹൈറ്റ് എന്ന് പറയുന്നത് 180 സെൻറ്റിമീറ്ററാണ്. ലൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഈ രീതിയിലുള്ള ഒരു കവറിൻ്റെ ഉള്ളിലായിട്ടാണ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ വേറെയും 2 സുനാപ്പിളികൾ കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. USB പോർട്ടിൽ കണക്ട് ചെയ്താണ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഈ ഒരു ഹോളിലാണ് നമ്മൾ മൊബൈൽ ഹോൾഡർ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ ഇട്ട് ടൈറ്റാക്കി കൊടുത്താൽ നമുക്ക് അവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നമ്മൾ മൊബൈൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സാധനം കൊടുക്കിയാൽ മതി. നമ്മൾ ഫോട്ടോഗ്രാഫിക് ലൈറ്റോ അങ്ങനെ മറ്റ് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഹോൾഡർ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു മീഡിയം ബിൽഡാണെന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. മൊബൈൽ അവിടെ ഹോൾഡ് ചെയ്താൽ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് വെച്ച് കൊണ്ട് നടക്കാനൊന്നും ഇതൊരിക്കലും സാധിക്കില്ല. കാരണം ആ ഒരു രീതിയിലുള്ള ബിൽഡാണ് മൊബൈൽ ഹോൾഡർ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു പ്രീമിയം ബിൽഡൊന്നുമല്ല, ഒരു നോർമൽ ക്വാളിറ്റി. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വിച്ച് കൺട്രോളുകൾ വരുന്നത്. ഏറ്റവും താഴെ വന്നിട്ട് പവർ ഓൺ ഓഫ്, ലൈറ്റ് കുറക്കാനും കൂട്ടാനും പിന്നെ ലൈറ്റിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സുന വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊടുക്കി നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റ് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ സ്റ്റാൻഡിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സുനാപ്പിളി ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ആയിട്ടാണ് നമ്മൾ റിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെയുള്ള ആ സാധനം തിരിച്ചുകൊണ്ട് നമുക്ക് റിംഗ് ലൈറ്റ് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്താൽ നമുക്ക് ഏത് ആംഗിളിലേക്ക് ചെരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സ്റ്റാൻഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇത് കൊണ്ട് നടന്നുകൊണ്ടുള്ള യൂസിങ്ങിനൊന്നും ഞാനിതൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചുകൊണ്ടൊക്കെ അവിടെ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള യൂസിങ്ങിനാണ് എന്നുണ്ടെങ്കിൽ ഇത് പക്കയാണ്. കൊണ്ട് നടക്കാനുള്ള സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കെയർ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് 100% ഉണ്ട് എന്ന് പറയാം. കാരണം 450 രൂപയ്ക്ക് ഒരു 180 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു സ്റ്റാൻഡും കൂടെ റിംഗ് ലൈറ്റും ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. 3 കളറുകളിലായിട്ട് നമുക്ക് ഈ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നാച്ചുറൽ ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, വാം ലൈറ്റ്. ഇത് നമുക്ക് റീൽസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല യൂസ് ചെയ്യാം. നമുക്ക് മേക്കപ്പിന് യൂസ് ചെയ്യാം, റീഡിങ്ങിന് യൂസ് ചെയ്യാം, ലൈവ് സ്ട്രീമിങ്, വീഡിയോ റെക്കോർഡിങ്, ഫോട്ടോഗ്രാഫി പോലെയുള്ള എല്ലാ ഐറ്റംസിനും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 9 ലെവലുകളിലായിട്ടുള്ള ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ലൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 3 കളറുകളാണുള്ളത്. 3 കളറും നമുക്ക് 9 ലെവലുകളായിട്ട് കുറക്കാനും കൂട്ടാനും വേണ്ടിയിട്ട് സാധിക്കും. ഈ റിംഗ് ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പും ശേഷവുമുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ടോണിലായിരിക്കും ഈ 2-3 കളറുകളും വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ വെച്ച് യൂസ് ചെയ്യാം. അത്യാവശ്യം ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും മീഷോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം 550+ വരാൻ ചാൻസ് ഉണ്ട്. മീഷോയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ UPI പേയ്മെൻറ്റ് വഴി അപ്പോൾ തന്നെ ക്യാഷ് പേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 450, 456 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.